പ്രപഞ്ചത്തിൻ്റെ ദൈവികമായ ചൈതന്യത്തെയും ആ ശക്തികളെയും നെഞ്ചിലേറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് കൃത്യമായ ചില നിയോഗങ്ങളോടുകൂടിയാണ്. സുഖവും ദുഃഖവും വെളിച്ചവും ഇരുളും മാറി മാറി വരുന്ന ഈ ജീവിതയാത്രയിൽ പലപ്പോഴും നാം തനിച്ചാണെന്നും നമ്മുടെ പ്രയാസങ്ങൾ കാണാൻ ആരുമില്ലെന്നും ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ പ്രപഞ്ചം നമ്മെ ഒരിക്കലും കൈവിടില്ല. ഇന്നീ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അത് വെറുമൊരു യാദൃശ്ചികമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും മാനസിക വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാൻ ഭഗവാൻ നിശ്ചയിച്ച ഒരു നിമിഷമാണിത്. ഭഗവാന്റെ തിരുനടകിൽ പുലർച്ചെ നടന്ന പ്രശ്നചിന്തയിലൂടെ തെളിഞ്ഞു വന്ന അതീവ പ്രാധാന്യമുള്ള ചില ദൂതുകളാണ് നാം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീരും ആരും കാണാതെ നടത്തുന്ന നിശബ്ദമായ പോരാട്ടങ്ങളും പ്രപഞ്ചനാഥൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ അകാരണമായി നേരിടുന്ന തകർച്ചയ്ക്കു പിന്നിൽ യഥാർത്ഥ കാരണം എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നും ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ഫലമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരിലേക്കും ഇത്തരം സന്ദേശം എത്തണമെന്നില്ല. ദൈവികമായ അനുഗ്രഹവും ഭഗവാന്റെ ചൈതന്യവും ഭഗവാന്റെ രക്ഷാ കവചവും നിങ്ങൾക്കൊപ്പമുള്ളത് കൊണ്ടാണ് ദൈവികമായിട്ടുള്ള ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേട്ടു തള്ളിക്കളയാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പുലർച്ചെ പ്രശ്നത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. ഭഗവാൻ നമുക്ക് പുലർച്ചെ നൽകിയ ആ ഒരു സൂചന തന്നെയാണ് നിങ്ങളോട് പരാമർശിക്കാൻ പോകുന്നത്. ഈ ഒരു അധ്യായം നിങ്ങളുടെ മുന്നിൽ എത്തിയെങ്കിൽ അത് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരോ അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നവരോ തന്നെയാണ് എന്ന്. അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന നിശബ്ദമായ പോരാട്ടങ്ങളെയും നിങ്ങൾ ആരും കാണാതെ ഒഴുക്കിയ കണ്ണുനീരിൻ്റെയും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഭഗവാൻ ഈ സന്ദേശം നിങ്ങളിൽ എത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതം എന്നത് വെറും യാദൃശ്ചികങ്ങളുടെ ഒരു കൂട്ടമല്ല. ഓരോ സംഭവത്തിന് പിന്നിലും പ്രപഞ്ചത്തിൻ്റെ ഒരു നിഗൂഢമായ ഉദ്ദേശമുണ്ട്. പലപ്പോഴും നാം തളർന്നു പോകുമ്പോൾ, ലോകം നമ്മെ കൈവിടുമെന്ന് കരുതുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ശക്തി നമുക്ക് ചുറ്റും സംരക്ഷണം നൽകുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? എൻ്റെ പ്രയത്നങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാണ് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറക്കി വെക്കുക. അടുത്ത കുറച്ചു സമയം നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിലേക്ക് നോക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ പേര് ഉച്ചരിച്ച് നിങ്ങളുടെ ശക്തി തകർക്കാൻ ശ്രമിച്ച ചില നിഗൂഢ ശക്തികളെക്കുറിച്ചും അതിൽ നിന്നുള്ള നിങ്ങളുടെ മോചനത്തെക്കുറിച്ചുള്ള പരമമായ സത്യമാണ് നാം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പേരുച്ചരിച്ച് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ബാധിക്കാൻ ശ്രമിച്ച ഒരു കർമ്മപ്രവർത്തനം നിങ്ങളുടെ അറിവില്ലാതെ നടന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങൾ സ്വാഭാവികമെന്ന് നിങ്ങൾ തന്നെ തോന്നിയിട്ടുണ്ടാവാം. ചില പ്രധാന ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി അകന്നതും കൂടാതെ മികച്ച അവസരങ്ങൾ അവസാന നിമിഷത്തിൽ കൈവിട്ടുപോയതും ഒരു കാരണവുമില്ലാതെ മനസ്സിൽ ഭാരവും ആശങ്കയും നിറഞ്ഞതും വെറും യാദൃശ്ചികമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇവയെല്ലാം പരസ്പര ബന്ധിതമായ സംഭവങ്ങൾ തന്നെയാണ്. ഇതൊരു പരീക്ഷണഘട്ടമാണ്. പക്ഷേ നിങ്ങൾക്കെതിരായ അന്തിമവിധി ഇതല്ല. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിൽ നിങ്ങളുടെ പുരോഗതിയോട് വലിയ വിരോധം വളർന്നു. തുടക്കത്തിൽ അത് ചെറിയൊരു വികാരമായിരുന്നു. പല ആളുകളുടെയും അവസ്ഥ എന്തെന്നാൽ സ്വന്തം ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയാണ്. സ്വന്തം ജീവിതം അവസാന നിമിഷം കൈവിട്ടു പോകുമ്പോഴും നമുക്കെന്ത് സംഭവിച്ചുവെന്ന് തിരിച്ചറിയാൻ സാധിക്കാറില്ല. ഇതെല്ലാം ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളുടെയും കഠിനമായ നെഗറ്റീവ് ഊർജത്തിൻ്റെയും നെഗറ്റീവ് ക്രിയകളുടെയും പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം, മനസ്സിലാക്കാത്തിടത്താണ് നിങ്ങളുടെ പരാജയം. നിങ്ങളുടെ പരാജയങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഇത്തരം ദോഷങ്ങളാണ്. ആ ദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ജീവിത വിജയം കൈവരിക്കും. അല്ലാത്തവർ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും അപകടങ്ങളും ജീവഹാനിയും മാനഹാനിയും അത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിതം ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തിത്തീരുകയാണ് പതിവ്. ഇത്തരം മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഭഗവാന് വേണ്ടപ്പെട്ടവർക്ക് മാത്രം, ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം, പ്രാർത്ഥനകളിൽ ആത്മാർത്ഥത ഉള്ളവർക്ക് മാത്രം, നിങ്ങളുടെ വഴിപാടുകളിൽ സത്യമുള്ളവർക്ക് മാത്രമേ ഇത്തരം സന്ദേശങ്ങൾ കാണുവാനും അത് കേൾക്കുവാനുമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ.
ആഭിചാരവും അതുപോലുള്ള പല നെഗറ്റീവ് ക്രിയകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ വലിയൊരു പരാജയത്തിലേക്കും വലിയ അപകടങ്ങളിലേക്കും ചെന്നു കയറുന്നു. എന്നാൽ ഇതൊന്നും ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ഇതെല്ലാം അദൃശ്യമായ കരങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട എത്രയെത്ര ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. ചില ആളുകൾ വളരെ വൈകിയെങ്കിലും തിരിച്ചറിയും. നാം കാണുന്ന പല അപകടങ്ങളും അനർത്ഥങ്ങളും സ്വാഭാവികമെല്ലാം, അതിനെല്ലാം പിന്നിൽ അദൃശ്യമായ കരങ്ങളുണ്ട് എന്ന്. പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആരും ഇതിൻ്റെ പിന്നാലെ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം സൂചനകളെ, ഭഗവാന്റെ സന്ദേശങ്ങളെ നാം പരിശോധിക്കുക. എല്ലാം നഷ്ടപ്പെട്ട് ജീവനും ജീവിതവും നഷ്ടപ്പെട്ടതിന് ശേഷം, നമുക്കൊന്നും കഴിയാത്ത വിധം തളർന്നതിന് ശേഷം നാം ഇത് അറിഞ്ഞതിനെക്കുറിച്ചോ പരിഹാരങ്ങൾ തേടിയതിനെക്കുറിച്ചോ കാര്യമില്ല. നാം മനസ്സിലാക്കുക, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും നമ്മുടെയും സുരക്ഷ നമ്മുടെ കരങ്ങളിൽ തന്നെയാണ്. താൻ പാതി ദൈവം പാതി എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവികമായ ഇത്തരം സൂചനകളെ വേണ്ട രീതിയിൽ വിലയിരുത്തി അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തെ സുരക്ഷിതമാക്കി വെക്കുക. നാം നേരത്തെ പരാമർശിച്ചതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരിലേക്കും ഇത്തരം സന്ദേശങ്ങൾ എത്തണമെന്നില്ല. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കാണുവാനും ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറുവാനും സാധിക്കും. വലിയ അപകടങ്ങളിൽ നിന്നും വലിയ പ്രതിസന്ധികളിൽ നിന്നും കയറിയ ധാരാളം ആളുകളെ നമുക്കറിയാം. ഇതെല്ലാം അവരുടെ പ്രാർത്ഥനയുടെയും അവരുടെ വഴിപാടുകളുടെയും അവരുടെ മനസ്സിൻ്റെയും നന്മയാണ്. അവരുടെ കർമ്മഫലവും എല്ലാം ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ ഉണ്ടാവുമ്പോൾ ഭഗവാൻ നൽകുന്ന അനുഗ്രഹമാണ്. നിങ്ങളുടെ വളർച്ച തടയാൻ ആഗ്രഹിക്കുന്നവർ മറ്റൊരാളുടെ സഹായം തേടാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തകർന്നു പോയേക്കാം. എന്നാൽ ഈ അറിവ് നിങ്ങൾക്കൊരു വലിയ സംരക്ഷണ കവചമായി തീരുക തന്നെ ചെയ്യും. മറ്റൊരാളുടെ ജീവിതം തകരണമെന്ന് ആഗ്രഹിച്ച് മറ്റൊരാളുടെ ജീവിതം നശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കൊപ്പം ഒരിക്കലും ഈ പ്രപഞ്ചശക്തിയും ഒരു ദൈവികമായ ചൈതന്യവും നിലകൊള്ളുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഇടറലുകൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളെ ശരിയായി തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നേരിട്ട് തകർക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകാൻ അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സത്യം തിരിച്ചറിയുന്ന നിമിഷം മുതൽ അവരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്കെതിരായി തിരിയുന്നവർ തിരിച്ചറിയാതെ പോയ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ദൈവികമായ ചൈതന്യം. ആ ശക്തി, ആ രക്ഷാ കവചം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി എല്ലാം അവർ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആ ചൈതന്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ സഞ്ചരിക്കുവാൻ സഹായിച്ചത്. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനും ഇത്തരം ദുഷ്ടശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാനുമുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരുന്ന പല അപകടങ്ങളെയും ഭഗവാൻ ചെറുത്തു തോൽപ്പിച്ചിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് മാത്രം. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാണ്. ആ ചൈതന്യവും ഐശ്വര്യവും നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ വഴിപാടുകളിൽ ആത്മാർത്ഥത പുലർത്തുക. അതുപോലെ തന്നെ വളരെ പരമപ്രധാനമായ മറ്റൊരു കാര്യമാണ്, നമ്മുടെ കുലദേവതയെ നാം മറന്നുപോകാൻ പാടുള്ളതല്ല. ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മിഥുന സംക്രമണത്തിന് മുൻപായി നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ദോഷഫലങ്ങളുണ്ട് എങ്കിൽ അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ താഴ്ചയ്ക്കുമെല്ലാം ഒപ്പം, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു ദേവത തന്നെയാണ് കുലദേവത. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ കുലദേവതയെ മറന്നുപോകാൻ പാടുള്ളതല്ല. അതെല്ലാം ഇത്തരം പ്രതിസന്ധികളുടെ സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നൽകും. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോ എവിടെയോ ഇരുന്ന് നിങ്ങൾക്കെതിരെ മന്ത്രോച്ചാരണം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ സന്ദേശം നിങ്ങളിൽ എത്തിയിരിക്കുന്നത്. അത് വെറുമൊരു മന്ത്രോച്ചാരണമല്ല, ദുർമന്ത്രോച്ചാരണമാണ്. തീർച്ചയായും അതിന് പ്രതിരോധം ഒരുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആഭിചാരം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ദുർമന്ത്രവാദം പോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേരും നാളും ഇവിടെ കമൻ്റായി രേഖപ്പെടുത്തുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും പൂജകൾ നടക്കുന്നുണ്ട്. ഈ ശക്തിയേറിയ പൂജയിൽ പങ്കാളിയാവുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം പ്രയാസങ്ങളെ മറികടക്കുവാനും, അതായത് കണ്ണേർ, പ്രാക്ക്, ശത്രുദോഷം, ഇത്തരത്തിലുള്ള ആഭിചാരങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് അത് സഹായിക്കും. കൂടാതെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരം നെഗറ്റീവ് ക്രിയകളാലും നെഗറ്റീവ് ഊർജ്ജത്താലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും എല്ലാം ഉണ്ടാവും. അവർക്ക് ഇതൊരു പക്ഷേ ഈ ഒരു അധ്യായം അവരിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല.
എന്നാൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഈ ഒരു അധ്യായം കാണുവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും നമ്മുടെ പൂജാ വഴിപാടുകൾ പങ്കാളിയായി അവരുടെ ജീവിതത്തിൽ സർവൈശ്വര്യം കൊണ്ടുവരുന്നതിനും സഹായിക്കും. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെതിരെ ആരൊക്കെ തന്നെ പ്രവർത്തിച്ചാലും, നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കാൻ പ്രവർത്തിച്ചാലും അതിനുള്ള ശിക്ഷ ഈ പ്രപഞ്ചം അവർക്ക് നൽകും. അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും തന്നെയാണ്. അത് അവരുടെ കർമ്മഫലമാണ്. അതവർ അനുഭവിക്കാതെ കടന്നു പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾ തുടർന്നും നേരിൻ്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുക. നിങ്ങളുടെ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് വലിയ വിലയുണ്ട്. അത് ഈ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. നാം പരാമർശിച്ചതുപോലെ സാധ്യതയുള്ള സമയങ്ങളിലെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങൾ ആ ശക്തിയോട് പങ്കുവെക്കുക. കാരണം ആ പ്രപഞ്ചശക്തി എല്ലാം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ തകർച്ചയ്ക്കായി മന്ത്രങ്ങൾ എത്ര തന്നെ അവർ ഉരുവിട്ടാലും അതിനൊന്നും നിങ്ങളെ തകർക്കുവാൻ സാധിക്കില്ല. ഭഗവാന്റെ രക്ഷാകവചം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ ഒരു അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. ഈ ഒരു അധ്യായം കാണുന്ന നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ ഒരു ജൂൺ മാസം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജലധാരയും മൃത്യുഞ്ജയ ഹോമം പോലുള്ള വഴിപാടുകൾ ചെയ്യുക. അവിടെ അല്പസമയം ഇരുന്ന് നാമജപം നടത്തുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും നിങ്ങൾക്ക് കൂടുതൽ ഭഗവാന്റെ ചൈതന്യം നിങ്ങളിലേക്ക് എത്തുന്നതിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. മറ്റാരും ഇതിനായി കടന്നു വരികയില്ല. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ കരങ്ങളിൽ തന്നെയാണ്. ഭഗവാന്റെ അദൃശ്യമായ ഇത്തരം സന്ദേശങ്ങളെ വിലയിരുത്തുക. ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം ആരാധനാലയങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും. അവിടെ നെഗറ്റീവ് ഊർജ്ജത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ അല്പസമയം ചിലവഴിക്കണമെന്ന് നാം പറയുന്നത്. അവിടെ നിങ്ങൾ ചിലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് യുക്തിപൂർണമായ കാര്യങ്ങൾ തീരുമാനിക്കുവാനും നിങ്ങളുടെ അവബോധം ഉണരുന്നതോടെ നിങ്ങൾക്ക് മുമ്പ് ശ്രദ്ധിക്കാതെ പോയ പല സൂചനകളും വ്യക്തമായി കാണുവാനും തുടങ്ങും. ആരുടെയൊക്കെ സ്വഭാവമാണ് യഥാർത്ഥമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആരെ വിശ്വസിക്കണം, ആരെ ദൂരെ അകറ്റണം വ്യക്തമാകും. നിങ്ങൾക്ക് പോകുന്നിടത്തെല്ലാം സമാധാനം നിറയും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും, അതായത് ജോലി, ബന്ധങ്ങൾ പുതിയ രൂപത്തിൽ കൂടുതൽ നന്മയോടെ തിരിച്ചെത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാശത്തിനായി പ്രവർത്തിച്ചവരെ നിങ്ങൾ തിരിച്ചറിയുക മാത്രം ചെയ്യുക. അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ അവർക്കെതിരെ മന്ത്രങ്ങൾ ഉപയോഗിക്കുവാനോ നിങ്ങൾ തയ്യാറാവരുത്. കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഇരുൾ പരക്കുവാൻ പാടുള്ളതല്ല. മറ്റൊരാളുടെ കണ്ണുനീരിന് നിങ്ങൾ കാരണമാവരുത്. നിങ്ങളുടെ പ്രകാശം പരത്തുക. നിങ്ങൾ ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കുക. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ കൂടുതൽ കരുത്തോടെ മുന്നേറുക. അതുതന്നെയാണ് ഇത്തരം ആളുകൾക്കുള്ള വലിയ തിരിച്ചടികൾ. ഇത്തരം ദുഷ്ടശക്തികൾക്കൊപ്പമാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുക. കാരണം നെഗറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കടന്നു വരുമ്പോൾ ആ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടോ എന്ന് തിരിച്ചറിയണമെന്ന് നാം പറഞ്ഞത്. അത്തരത്തിൽ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ക്രിയകൾ ചെയ്യുന്നവരും നിങ്ങളുടെ ജീവിതം തകരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊപ്പമുള്ള ജീവിതം നരകതുല്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടെ നിന്ന് മാറുക എന്നതാണ്. ഇത്തരം വ്യക്തികളെ തിരിച്ചറിയുക എന്നതുമാണ്. എത്ര വലിയ വേണ്ടപ്പെട്ടവരായിരുന്നാലും എത്ര വലിയ ബന്ധങ്ങൾ ആയിരുന്നാലും സ്വന്തം ജീവിതത്തെ കാർന്നു തിന്നാൻ ആർക്കും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ജാഗ്രതയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആരെയും ശത്രുവായി കാണരുത്. നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായും ഭഗവാൻ ഇരട്ടി ഫലം തരുക തന്നെ ചെയ്യും. അത്തരമൊരു നാളുകൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ പ്രാർത്ഥനകളും ഊർജ്ജസ്വലമാക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളിന്ന് അനുഭവിക്കുന്ന മടിയും അലസതയും എല്ലാം ഈ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അതിനെ മറികടക്കാൻ ശ്രമിക്കുക. അതിനായി നാം നേരത്തെ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടാവും. അകാരണമായി നിങ്ങളെ ആര് വേദനിപ്പിച്ചാലും ഈ പ്രപഞ്ചശക്തി അവർക്ക് വലിയ തിരിച്ചടികൾ നൽകും. കാലത്തിൻ്റെ കണക്കു പുസ്തകത്തിൽ അവർക്കൊരിടമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേക്കുറിച്ച് ഓർമ്മിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ശത്രു എത്ര വലിയ ശക്തനായിക്കൊള്ളട്ടെ, എത്ര വലിയ സമ്പന്നനായിക്കൊള്ളട്ടെ, ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവർ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക.
നിങ്ങൾ തുടർന്നും നന്മകൾ ചെയ്യുക, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പോലും മറ്റുള്ളവരുടെ നന്മകൾ ചേർക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ തകർക്കാനോ മറ്റൊരു വ്യക്തികൾ നശിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തരുത്. അത് നിങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടിയാവും. നിങ്ങളുടെ പ്രാർത്ഥനകൾ നന്മ നിറഞ്ഞതായിരിക്കണം. ആ പ്രാർത്ഥനകൾക്ക് ദൈവികമായ ചൈതന്യമുണ്ടാവും. നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി രക്തോഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നാളികേരമുടച്ച് നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ തടസ്സങ്ങളെയും നീക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഈ ഒരു അധ്യായം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഓം നമഃശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നാം ഇതുവരെ പരാമർശിച്ചത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന അത്രയും ശക്തമായ ആത്മീയ സത്യങ്ങളാണ്. ആഭിചാരക്രിയകളും ദുർമന്ത്രവാദങ്ങളും കണ്ണേറുകളുമൊക്കെ അദൃശ്യമായ നെഗറ്റീവ് ഊർജ്ജങ്ങളായി നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുമ്പോൾ നാം ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ഭഗവാനിലുള്ള നമ്മുടെ വിശ്വാസം ഇരട്ടിയാക്കുകയാണ് വേണ്ടത്. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം കാലം അവർക്ക് തന്നെ തിരികെ നൽകും. അതുകൊണ്ട് പ്രതികാര ചിന്തകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് നന്മയുടെയും സത്യത്തിൻ്റെയും പാതയിൽ മാത്രം മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ദുഷ്ടശക്തികൾ അകന്നുപോയി പോസിറ്റീവ് ഊർജ്ജം കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.